ഹലോ നമസ്കാരം. നമ്മുടെ സോഷ്യൽ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൃഥ്വിരാജിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പൃഥ്വിരാജ് നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട ഒരു പരിപാടിയാണ്. തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്ത, നേരിട്ട് ബന്ധമില്ലാത്ത സിനിമകളെ വലിച്ചിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞത്. ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് മെയിൻ ആവാൻ നിൽക്കരുത്. ഇതുവരെ ടൈറ്റിലോ കാസ്റ്റ് അപ്ഡേറ്റോ അല്ലെങ്കിൽ ഒരു ടീസർ പോലും പുറത്തുവിടാത്ത ഒരു പ്രശാന്ത് നീലിന്റെ സിനിമയെ കുറിച്ചിട്ട് ഇത്രയും ലീക്കാക്കി പറയാൻ എന്താണ് മൂപ്പർക്ക് അധികാരമുള്ളത്? ആരാ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മൂപ്പറിനെ ഏൽപ്പിച്ചിട്ടുള്ളത്? അങ്ങാരോടുള്ള സൗഹൃദത്തിന്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ. ഇപ്പൊ പ്രശാന്ത് നീലുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് വാരി വലിച്ച് ഒരു ടൈറ്റിൽ പോലും റിലീസാക്കിയിട്ടില്ല. ആ സിനിമയെ കുറിച്ചിട്ട് പൊതുജനങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് പോലും കൊടുക്കാത്ത ആ ഒരു സിനിമയെ പറ്റിയിട്ട് ഇത്രയ്ക്കും വാദോരാതെ സംസാരിക്കണം എന്ത് അധികാരത്തിന്റെ മേലിലാണ്? പുള്ളി അഭിനയിച്ച സിനിമയുടെ പേരിലാണ് ഇങ്ങനെ പറയുന്നതെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് സഹിക്കില്ലത്. അതേപോലെ തന്നെ പൃഥ്വിരാജും രാജമൗലി ഒരു സിനിമ വരുന്നുണ്ട്, മഹേഷ് ബാബു ഒക്കെ ആയിട്ടുള്ള ആ ഒരു സിനിമയെ കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രം മൂപ്പർക്ക് നാവ് പൊങ്ങില്ല. അത് മാത്രം അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനേ പാടില്ല എന്നുള്ള വർത്തമാനത്തിൽ പൃഥ്വിരാജ് മറ്റ് സിനിമകളെ കുറിച്ചിട്ട് ഇങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മലയാള സിനിമയിൽ നിന്നുള്ള മറ്റുള്ള കുറച്ച് യുവനടന്മാരാണ് ഇങ്ങനെ പോയി പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം. ഇത് പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രതികരണം പ്രതീക്ഷിച്ചതേ ഇല്ല. സ്വന്തം സിനിമയെ കുറിച്ചിട്ട് വാദോരാതെ സംസാരിക്കുകയും അതിന്റെ ഒരു ക്ലൂ പോലും പുറത്ത് ലീക്കാവാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ ഒതുക്കിക്കൊണ്ടുള്ള ഇന്റർവ്യൂവിൽ അറ്റൻഷനും മറ്റുള്ള ആളുകളുടെ സിനിമയെ കുറിച്ചിട്ട് ഒരു രീതിയിലും ഒരു മാന്യത കൽപ്പിക്കാത്ത രൂപത്തിലുള്ള ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ക്ഷമിക്കാൻ കഴിയുക തന്നെയില്ല. മറ്റുള്ള താരങ്ങൾ ആരൊക്കെ ആയിക്കോട്ടെ, അതായത് മലയാള സിനിമയിലെ മറ്റു കുറച്ച് താരങ്ങളെല്ലാം ഉണ്ട്, അവരുടെ ഭാഗത്ത് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരും, നമുക്ക് കുഴപ്പമില്ല പറയാം. പക്ഷേ മലയാളത്തിൽ ഇപ്പം നിലവിൽ കുറച്ച് സീനിയറിറ്റി കാണിക്കുന്ന ഒരു പുള്ളിക്കാരനാണ് പൃഥ്വിരാജ്. എന്തായാലും ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.